വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള വടയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ധാരാളം കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. അതുമാത്രമല്ല ചക്കക്കുരു എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ ഗുണങ്ങളുള്ളതാണ്. അതറിയാതെ നമ്മൾ എപ്പോഴും ചക്കക്കുരു വാങ്ങിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിൽ കുറേ റെസിപ്പീസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറികൾ പല രീതിയിലുള്ള കറികൾ നമ്മളതുകൊണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വടയാണ് ഉണ്ടാക്കിയത്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, സോഫ്റ്റായിട്ടുമുണ്ട്, ക്രിസ്പി ആയിട്ടുമുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം, ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ച് കുറവായിട്ട് പരത്തിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ സവാള ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ പറയുന്നുണ്ട് അതിൽ ഒരു സവാളയുടെ പകുതി ചേർത്താലും മതി. വെച്ചാൽ നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ, അത് കാരണം പകുതി ചേർത്താലും മതി കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് മാവ് കുറച്ച് ലൂസാവേണം തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം, കുഴപ്പമില്ല. അത് നല്ലതായിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റായിട്ടിരിക്കും. ലൂസായി പോവുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ശകലം വെള്ളം ചേർത്താണ് ചെയ്തത്, എനിക്ക് ലൂസായിട്ടില്ല. ചിലപ്പോൾ ചില ചക്കക്കുരുവിൽ വെള്ളം കൂടുതൽ കാണും, അങ്ങനെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വട ഉണ്ടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്ന പോലെ വല്ലതും തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതി കേട്ടോ. എങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ആ ചക്കക്കുരു വട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 25 ചക്കക്കുരു വരെ ഉണ്ട് ഇതിൽ. ഇത് വലിയ ചെറുത്, കയ്യിലെടുക്കുമ്പോൾ 2 പിടി നിറയെ കാണും. ഞാനിത് തൊലി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തൊലിയോടുകൂടി തന്നെ കുക്കറിൽ വേവിച്ചിട്ട് അതിന് ശേഷം തൊലി എടുക്കാം. അപ്പം ഞാൻ അതല്ലാതെ അതിന് മുന്നേ തന്നെ ഇതുപോലെ തൊലി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുക്കറിലിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വരട്ടെ. അപ്പോൾ അത് 4 വിസിൽ വന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റാം. വെന്തിട്ടുണ്ട് കേട്ടോ. ചില ചക്കക്കുരുവാണെങ്കിൽ വേഗം താമസിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിലതൊക്കെ നല്ല രീതിയിൽ വെടിച്ചിട്ടുണ്ട്. തൊലിയോടും കൂടി ഇടുകയാണെങ്കിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി അതിൽ നിന്ന് മാറ്റാം. തണുക്കട്ടെ. ഇട്ട് കണ്ടോ, എല്ലാം ഇതുപോലെ ആയിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടുന്നു. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, തണുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് അരച്ചപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ചില ചക്കക്കുരുവിൽ കൂടുതൽ വെള്ളം കാണും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിക്കാൻ അരയ്ക്കുമ്പോൾ തന്നെ ശരിക്കും വെള്ളമായിരിക്കും. ഇനി ഒരുപാട് വെള്ളം വേണ്ടല്ലോ നമുക്ക് വടക്കി. അത് കാരണം ഇത് അങ്ങനെയല്ല, നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ശകലം വെള്ളം ചേർത്ത് ഞാൻ അരയ്ക്കാം കേട്ടോ. ശകലമെന്ന് വെച്ചാൽ ഒരു 2 സ്പൂണൊക്കെ ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കണ്ട. അരച്ചിട്ട് വരാം. അപ്പം ഞാനത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനതൊരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ഇതിലുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിൽ ചേർക്കാനുള്ളത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത്, മീഡിയം സൈസ് സവാള, ചെറിയ സവാള മതി കേട്ടോ. നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചക്കക്കുരു, അത് കാരണം വലിയ സവാളയാണെങ്കിൽ പകുതി മതി. മല്ലിയില, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ചേർക്കുമല്ലോ, അതുപോലെ തന്നെ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് 1/2 ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ മുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം, കൂടിപ്പോണ്ട. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം. കുഴയ്ക്കുമ്പോൾ തീരെ ടൈറ്റായിട്ടിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. 1 സ്പൂണേ ചേർക്കാം, കൂടുതലൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ശകലം കൂടെ ചേർക്കാം. 2 സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. നല്ലപോലെ മിക്സ് ചെയ്യാം.
കുഴച്ച് ഞാനിതുപോലെ ആക്കിയിട്ടുണ്ട്. ഉരുട്ടാനായിട്ട് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ വെള്ളം നനച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി. സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതുപോലെ നൈസായിട്ട് പരത്താം. ഇല്ല ഉഴുന്ന് വടയുടെ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ ചെയ്തിട്ട് നടുക്കൊരു ഹോളിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ ടൈപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഫ്ലാറ്റായിട്ട് പരത്തിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഓരോന്നും ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഞാനിത് ബോളുകളാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിനെല്ലാം കൂടെ ഒരു 9 വട കിട്ടും കേട്ടോ, മീഡിയം സൈസിലുള്ള. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ എടുത്തോണം. ഞാനിപ്പോൾ ഒരു ചെറിയ ചക്കക്കുരു 25 എടുത്തു. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം ഇടുന്നുള്ളൂ. ചെറിയ ചട്ടി ആയതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം. വേവിച്ച ചക്കക്കുരുവാണ്, എന്നാലും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടണം. ബബിൾസൊക്കെ കുറച്ചടങ്ങിയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് സാധാരണ നമ്മൾ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ കളറൊക്കെ മാറി കണ്ടോ, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നേ. നല്ല രീതിയിൽ ഈ ബബിൾസൊക്കെ അടങ്ങിയ ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള വട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.